നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശ്രീകോവിലിന് തൊട്ടുമുന്നിൽ അയ്യപ്പന്റെ അനുജ്ഞ വാങ്ങി തിരുവാഭരണ പേടകം തിരുവാഭരണ ഘോഷയാത്ര സ്വീകരിക്കാനായി ശരംകുത്തിയിലേക്ക് പോകുന്ന സംഘത്തെ അനുഗ്രഹിച്ച് അവരെ ആശീർവദിച്ച് തന്ത്രിയും മേൽശാന്തിയും അയക്കുകയാണ്. ക്ഷേത്രത്തിനകത്ത് പൂജിച്ച പ്രസാദം അത് അവരുടെ നെറ്റിയിൽ ചാർത്തി ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പൂമാല ശിരസിൽ അണിഞ്ഞ് പോലീസ് അയ്യപ്പന്മാരടക്കമുള്ളവർക്ക് അനുജ്ഞ നൽകി ആശീർവദിച്ചവരെ ശരംകുത്തിയിലേക്ക് അയക്കുകയാണ്. അതൊരു ക്രമപ്രകാരമുള്ള ഒരു ആചാരപരമായ യാത്ര കൂടിയാണ്. ഓരോ വോളണ്ടിയേഴ്സും അല്ലെങ്കിൽ ഓരോ തീർത്ഥാടകനും എങ്ങനെയാണ് അവിടെ ആ ഘോഷയാത്രയെ അനുഗമിക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്, തെളിവ് കൂടിയാണ്. ഈ ശ്രീകോവിലിന് മുന്നിൽ ക്രമം അനുസരിച്ച് വിളിച്ച് അവർക്ക് ക്ഷേത്രത്തിനകത്തെ പ്രസാദം നൽകി മാല അണിയിച്ച് അവരെ യാത്ര അയക്കുന്ന 83 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് യാത്ര ചെയ്ത് മൂന്നാം ദിവസം സന്നിധാനത്തെത്തുന്ന ഒരു വലിയ യാത്ര തിരുവാഭരണ ഘോഷയാത്ര. അതിന് തിരുവാഭരണ പാത എന്നാണ് 83 കിലോമീറ്ററിനെ തന്നെ പറയുന്നത്. അവിടെ നേരത്തെ തന്നെ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് മുന്നേ തന്നെ അതൊക്കെ ഒരുക്കി കാനനപാതയിലൂടെയും ആദ്യം അയിരൂർ പുതിയകാവിൽ വിശ്രമിക്കുന്നു, പിന്നീട് രണ്ടാം ദിവസം ലാഹയിൽ വിശ്രമിക്കുന്നു, മൂന്നാം ദിവസം ലാഹയിൽ നിന്ന് അട്ടത്തോടിറങ്ങി ഇങ്ങനെ കയറ്റവും ഇറക്കവും ഇറങ്ങി ആ സംഘം നടന്ന് കാൽനടയായി നിലയ്ക്കലിലെത്തി. പിന്നീട് പരമ്പരാഗത കാനനപാതയിലൂടെ വലിയാനവട്ടം ഒക്കെ കടന്ന് ശബരിപീഠത്തിലേക്ക് എത്തി. ശബരിപീഠത്തിൽ വിശ്രമിച്ച് ശരംകുത്തിയിലെത്തി. ശരംകുത്തിയിൽ നിന്ന് ആചാരപരമായ സ്വീകരണം ഏറ്റുവാങ്ങി വാദ്യഘോഷങ്ങളോടെ, തീവട്ടിയുടെ അകമ്പടിയോടെ, കർപ്പൂരാഴിയുടെ അകമ്പടിയോടെ ആ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്താൻ പോവുകയാണ്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും വോളണ്ടിയേഴ്സും പോലീസ് അയ്യപ്പന്മാരും അതുപോലെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ പ്രവർത്തകരും അടങ്ങുന്ന വലിയ സംഘത്തെ അയ്യപ്പൻ അല്ലെങ്കിൽ ധർമ്മശാസ്താവ് അനുജ്ഞ നൽകി അദ്ദേഹം ആശീർവദിച്ചയക്കുന്നു എന്നതാണ് ഈ യാത്രയുടെ സങ്കല്പം. ആ യാത്ര ഇവിടെ നിന്ന് സന്നിധാനത്തു നിന്ന് ഇപ്പോൾ പുറപ്പെടുകയാണ്. അവരുടെ യാത്ര ഏതാണ്ട് 5 മണി കഴിയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങും. ശരംകുത്തിയിലേക്കാണ് അവരെത്തുന്നത്. അപ്പോഴേക്ക് ശരംകുത്തിയിൽ തീർത്ഥാടകരെ അല്ലെങ്കിൽ ആ ഘോഷയാത്ര, വലിയൊരു ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ നിന്ന് പിന്നീട് താളമേളങ്ങളുടെ അകമ്പടിയോടെ തിരുവാഭരണ പേടകവുമായുള്ള ആ സംഘം വരികയാണ്. തൃക്കേട്ട രാജരാജവർമ്മയാണ് ഇത്തവണ പന്തളം രാജകൊട്ടാരത്തെ പന്തളം രാജാവിനെ പ്രതിനിധീകരിച്ച് ഘോഷയാത്ര നയിക്കുന്നത്. കുളത്തിനാൽ ഗംഗാധരപിള്ള, അദ്ദേഹം നമുക്കറിയാം എത്രയോ പതിറ്റാണ്ടുകളായി ഈ അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ് ആ പേടകം ഏറ്റുവാങ്ങി പോവുക എന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എത്രയോ പതിറ്റാണ്ടുകളായി ആ ജോലി അതൊരു വ്രതനിഷ്ഠയോടുകൂടി ചെയ്യുകയാണ്. ഈ കടന്നു വരുന്ന വഴികളിലൊക്കെ അയ്യപ്പ വിഗ്രഹത്തെ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ വഹിക്കുന്ന പേടകത്തെ തൊട്ട് നമസ്കരിക്കുന്നതിനും അതിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനുമൊക്കെ ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കാറുണ്ട്. അയിരൂർ പുതിയകാവിൽ വിശ്രമിക്കുന്നു, പിന്നീട് ലാഹയിൽ വിശ്രമിക്കുന്നു. ഇതിനിടയിൽ പലയിടത്തും ക്ഷേത്രങ്ങളിൽ ഇറക്കി പേടകങ്ങൾ വയ്ക്കാറുണ്ട്. അവിടെയൊക്കെ ദർശനത്തിന് അവസരം ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ വലിയ തീർത്ഥാടകരുടെ പ്രവാഹം തന്നെ ഇത് കാണുന്നതിനും നമസ്കരിക്കുന്നതിനുമൊക്കെ എത്താറുണ്ട്. അങ്ങനെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ പേടകങ്ങളും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുന്നു. അതിനു മുമ്പ് ശരംകുത്തിയിലാണ് സ്വീകരണം. എല്ലാവരും ആ തീർത്ഥാടക സംഘത്തെ അനുഗമിക്കേണ്ട എല്ലാവരും അവിടേക്ക് നീങ്ങുകയാണ്. അരുൺരാജാണ് 18ാം പടിയുടെ ഭാഗത്താണ് അരുൺരാജ് ഉള്ളത്. അപ്പോൾ ആ സംഘം അവിടേക്ക് അയ്യപ്പൻ്റെ അനുജ്ഞ വാങ്ങി അവിടെ നിന്ന് ശ്രീകോവിലിൽ നിന്ന് പുഷ്പഹാരവും ഭസ്മക്കുറിയും ഒക്കെ ഏറ്റുവാങ്ങി അവരവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ തന്നെ അവിടെ ആകെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകും, കർപ്പൂരപ്രഭയിൽ നിറഞ്ഞിട്ടുണ്ടാകും. വരുന്ന വഴിയിലൊക്കെ കർപ്പൂരം കത്തിക്കാൻ ഭക്തർ ഇങ്ങനെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും. അവിടെ ഭക്തിസാന്ദ്രമാണ് അന്തരീക്ഷം എന്നതിൽ നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാകും. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ? ജിയോമാർ, തീർച്ചയായും സന്നിധാനവും അയ്യപ്പൻ്റെ പൂങ്കാവനവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. വലിയ രീതിയിൽ ജനങ്ങളുടെ ഒരു ഒഴുക്ക് ഇവിടേക്ക് തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി ഇവിടേക്ക് എത്തിയവരാരും തന്നെ തിരിച്ചു പോയിട്ടില്ല. ഇന്നത്തെ മകരജ്യോതി കണ്ട് തൊഴുതിന് ശേഷമായിരിക്കും ഇവരെല്ലാം മടങ്ങുക. എന്തായാലും 2 ലക്ഷത്തിലധികം ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നേരത്തെ ദേവസ്വം ബോർഡ് തന്നെ വ്യക്തമാക്കിയതാണ്. നമുക്ക് ഈ സന്നിധാനത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് വലിയ തോതിൽ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ഭക്തരുടെ ഒഴുക്കാണ് ഈ ദിവസങ്ങളിലടക്കം ഇപ്പോൾ അനുഭവപ്പെട്ടത്. അല്പസമയം മുമ്പാണ് തുറന്ന് ഈ തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുവാനായുള്ള സംഘം ഇവിടെ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയിട്ട് അല്പസമയത്തിനകം ഇവർ ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ 5:30 ശരംകുത്തിയിൽ നിന്ന് ആചാരപരമായ രീതിയിൽ ഇവരെ സ്വീകരിക്കുക. അതിനുശേഷമായിരിക്കും ഈ ആനയിച്ചുകൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ചുകൊണ്ട് 18ാം പടിയുടെ മുമ്പിലേക്ക് എത്തിക്കുക. അവിടെ നിന്ന് പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ചേർന്ന് ഈ തിരുവാഭരണം ഏറ്റുവാങ്ങും. ആദ്യ പെട്ടി, അത് ഇന്ദ്രനീലം പതിച്ച മുഖാഭരണമുള്ള പെട്ടി
ചവിട്ടി മാത്രം സന്നിധാനത്തേക്ക്, അത് 18-ാം പടി ചവിട്ടി സന്നിധാനത്തേക്ക് അകത്തേക്ക് എത്തും. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കുളത്തുങ്കൽ ഗംഗാധര പിള്ളയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ണികൃഷ്ണനുമാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ അത് ഈ ശിരസിൽ ഈ സ്വർണ്ണാഭരണ പെട്ടി നിലവിൽ ശിരസിൽ വഹിക്കുന്നത്. സർവാഭരണഭൂഷണനായ അയ്യപ്പനെ കാണാൻ വലിയ തോതിലുള്ള ജനസഞ്ചയം ഇപ്പോൾ തന്നെ ഇതിനോടകം സന്നിധാനത്തും ഈ പൂങ്കാവനത്തും അടക്കം ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ സന്നിധാനത്തേക്ക് ഭക്തർക്ക് നിലവിൽ പ്രവേശനമില്ല. ഒരു വർഷം നീണ്ട വ്രതം കാത്തിരിപ്പിനൊടുവിലാണ് മകരവിളക്ക്, മകരജ്യോതി അത് തെളിയുന്നത് കാണാൻ വലിയ തോതിൽ ജനം ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. സന്നിധാനം അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളിലാണ്, അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്, പുഷ്പാലങ്കൃതമാണ്. അതിനപ്പുറം ദീപങ്ങളാൽ അലങ്കൃതമാകാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ഉദ്യോഗസ്ഥർ, ദേവസ്വം ബോർഡ് ജീവനക്കാർ ഇവരെല്ലാം തന്നെ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുന്നു. വലിയ തോതിലുള്ള ഭക്തരുടെ ഒഴുക്ക് അത് ഈ സന്നിധാനത്തിനടക്കം സോപാനത്തിനടക്കം നമുക്ക് പ്രകടമാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് നട തുറക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിൽ ഇതിൻ്റെ ആചാരപരമായ സ്വീകരണം അത് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഏറ്റുവാങ്ങും. അവിടെ നിന്ന് ഈ 3 പേടകങ്ങളും ഇവിടേക്ക് കർപ്പൂരാഴിയുടെ അകമ്പടിയോടെ വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇതുവരെ കടന്നു വന്ന തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തും. സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏവരും കാത്തിരുന്ന ഭക്തി നിർഭരമായ ഭക്തി സായുജ്യമടയുവാനുള്ള മുഹൂർത്തങ്ങളാണ്. ആദ്യം ദീപാരാധന 6:45 ദീപാരാധന നടക്കും. അതിനുശേഷമായിരിക്കും പൊന്നമ്പലമേടിൽ മകരജ്യോതി തെളിയുക. 3 തവണ മകരജ്യോതി തെളിയും. 3 തവണ മകരജ്യോതി തെളിഞ്ഞ ഒരു വർഷം നീണ്ട തീർത്ഥാടന കാലത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ ഈ പൊന്നമ്പലമേട്ടിലും ഈ ശബരിമലയുടെ വിവിധ ഇടങ്ങളിലും അടക്കം കാത്തു നിൽക്കുന്ന ഭക്തർ മടങ്ങുക. ആ ദർശനത്തിനായി ഓരോ ഭക്തരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഓരോ ഇടങ്ങളിലും അവരവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കയറി ഈ മകരജ്യോതി കാണുവാനടക്കം ഓരോ ഭക്തരും അതിൻ്റെ തയ്യാറെടുപ്പിലും ആകാംക്ഷയിലുമാണ്. സന്നിധാനത്തിന് അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഒരു പക്ഷേ അതിൻ്റെ ഒരു ചിത്രം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുമെന്ന് കരുതുന്നു. പോലീസിൻ്റെ വലിയ വിന്യാസം, പോലീസ് അയ്യപ്പന്മാരുടെ വലിയ വിന്യാസമുണ്ട്. ഇതാ ക്ഷേത്രത്തിൽ ഇപ്പോൾ 18-ാം പടിയുടെ സമീപത്തേക്ക്, അതുപോലെ അവിടെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കാനൊക്കെയുള്ള സംഘങ്ങൾ തയ്യാറായി നിൽക്കുന്നു. അവരവിടേക്ക് പോകാൻ നിൽക്കുന്നു. അവിടെ ക്ഷേത്രമാകെ സന്നിധാനമാകെ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുകയാണ്. ഫയർഫോഴ്സ് ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി 4 മണിക്ക് 3 മണിക്ക് ഇടയിലൊക്കെ അവിടെ മുഴുവൻ ശുചിയാക്കി എല്ലാ കലശപൂജകളും കഴിഞ്ഞ് ശുദ്ധിക്രിയകളൊക്കെ പൂർത്തിയാക്കി. ക്ഷേത്രത്തിനകത്തെ പൂജകളെല്ലാം പുരോഹിതർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് പുറത്ത് മറ്റ് ശുചീകരണ നടപടികളൊക്കെ പൂർത്തിയാക്കി പിന്നീട് അവിടേക്ക് ഭക്തരെ ഒന്നും അനുവദിക്കില്ല. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കാറുണ്ട്. മകരസംക്രമ ദിവസം അതൊരു വലിയ കാഴ്ച തന്നെയാണ്. എത്രയോ ടൺ പൂക്കളാണ് അവിടേക്ക് ഈ ദിവസം എത്തുക, ക്ഷേത്രമാകെ അലങ്കരിക്കുന്നതിന് വേണ്ടി. ആ ദൃശ്യങ്ങൾ അത് ക്ഷേത്രങ്ങൾ ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ശബരിമല സന്നിധാനത്തിൻ്റെ ദൃശ്യം കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. സോപാനം, കൊടിമരത്തിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് നടപ്പന്തലിലും അതുപോലെ തന്നെ പണ്ടിത്താവളത്തിലും ഒക്കെയായി കാത്തു നിൽക്കുന്ന എല്ലാവരും ഈ ദർശനം പിന്നീട് ഈ തിരുവാഭരണം ചേർത്തുള്ള ദർശനം കൂടി കഴിഞ്ഞ് ഇനി മടങ്ങൂ എന്നതാണ് അവിടുത്തെ ഒരു ചിട്ട. അതുകൊണ്ട് അവരൊക്കെ പർണശാലയൊക്കെ കെട്ടി പരിസര പ്രദേശങ്ങളിലൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അത്രയും ആളുകൾ അവിടെ അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എപ്പോഴും പറയാറുണ്ടെങ്കിലും പക്ഷേ അവരുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് പലപ്പോഴും ഈ തീർത്ഥാടകർ അവിടെ എത്തുന്നവർ അവിടെ തന്നെ ഇടത്താവളങ്ങളിലും അതുപോലെ ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ പാണ്ടിത്താവളമാവട്ടെ അല്ലെങ്കിൽ നടപ്പന്തലിലൊക്കെ വിരിവെച്ച് താമസിക്കാറുണ്ട്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇന്ത്യയിൽ ഒരു പക്ഷേ ഈ മകരസംക്രമം എന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ തരത്തിൽ ഓരോ പേരുകളിൽ അതിൻ്റെ ആഘോഷങ്ങൾ. ഇപ്പോൾ കേരളത്തിൽ മകരസംക്രമ ദിവസം മകരവിളക്ക് ആഘോഷമാണ്. തമിഴ്നാട്ടിൽ പൊങ്കലാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പടിഞ്ഞാറ് ഇന്ത്യയിലും ഒക്കെ ഈ ദിവസങ്ങളിൽ മകരസംക്രമ ദിവസം എന്നതൊരു വളരെ വിശേഷപ്പെട്ട ഒരു ഹിന്ദു വിശ്വാസം അനുസരിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. എല്ലായിടത്തും അതിൻ്റേതായ ആഘോഷങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ശബരിമലയിലെ മകരസംക്രമ ദിവസം നടക്കുന്ന ഈ സംക്രമ പൂജയും ദീപാരാധനയും.